നമസ്കാരം. നമ്മൾ 9ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ രണ്ടാമത്തെ എക്സസൈസിൽ വരുന്ന 4ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോക്കുക, രണ്ട് ആളുകളുടെ ഏജിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആരൊക്കെയാണ്? റഹീം ആൻഡ് രാമു അല്ലേ? അപ്പൊ ചോദ്യത്തില് റഹീം ആൻഡ് രാമു രണ്ടുപേരാണ്. അതിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യത്തെ റഹീമിന്റെ കാര്യം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, റഹീമിന്റെ ഏജ് എന്ന് പറയുന്നത് ഞാൻ എക്സ് എന്ന് എടുക്കുന്നുണ്ട്. രാമുവിന്റെ ഏജ് എന്ന് പറയുന്നത് ഞാൻ വൈ ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു 4 years ബിഫോർ അല്ലെ, 4 വർഷം മുന്നേ എന്ന് പറയുന്നത് റഹീമിന്റെ ഏജ് രാമുവിന്റെ ഏജിനേക്കാൾ രാമുവിന്റെ ഏജിന്റെ 3 times ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. റഹീമിന്റെ ഏജ് എന്ന് പറയുന്നത് രാമുവിന്റെ ഏജിന്റെ 3 times ആണ്. അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ആരാണ് ചെറിയ ആൾ, ആരാണ് വലിയ ആൾ, നമ്മൾ അത് മനസ്സിലാക്കണം. രാമുവിന്റെ ഏജിന്റെ 3 times ആണ് റഹീമിന്റെ ഏജ് അല്ലെ, 3 മടങ്ങാണെന്ന് പറഞ്ഞത്. അപ്പോൾ രാമു ആണ് ചെറുത് അല്ലെ. അയാൾ ചെറിയ ആളുടെ ഏജിന്റെ 3 times ആണ് എന്ത് വരുന്നത്. ഇപ്പൊ ഒരു ചേട്ടനും അനിയനും വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ചെറിയ ആളെന്ന് പറയുന്നത് രാമു ആണ്. അയാളുടെ ഏജിന്റെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക, ചേട്ടനായിട്ടുള്ള റഹീമിന്റെ ഏജ് കിട്ടാന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ 4 വർഷം മുന്നത്തെ അല്ലെ, 4 years ബിഫോർ. ശ്രദ്ധിക്കാം, ഇവിടെ എഴുതുന്നത് 4 വർഷം മുന്നത്തെ കാര്യമാണ്. 4 വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇയാളുടെ ഏജ് എത്രയായിരിക്കും, x - 4 ആയിരിക്കും. ഇയാളുടെ ഏജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, y - 4 ആയിരിക്കും. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പറയാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ വയസ്സെന്ന് പറയുന്നത് ഇപ്പോ ഒരു 25 വയസ്സാണെന്നുണ്ടെങ്കിൽ 4 വർഷം മുന്നേ എത്രയായിരിക്കും, അതിനേക്കാൾ 4 കുറവായിരിക്കും, 21 ആണ് വരുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ റഹീമിന്റെ ഏജ് എന്ന് പറയുന്നത് എക്സ് ആണ്. അങ്ങനെ 4 വർഷം മുന്നേ അയാളുടെ ഏജ് എത്രയായിരിക്കും, x - 4 ആണ്. രാമുവിന്റെ ഏജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, y - 4 ആണ്. ഇത് നിലവിലെ ഏജ് ആണ് കേട്ടോ ഞാനിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോഴുള്ള ഏജാണ് എക്സും വൈ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അതാണ് ക്വസ്റ്റിനകത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി 4 വർഷം മുന്നേ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, രാമുവിന്റെ ഏജിന്റെ 3 times ആണ് റഹീമിന്റെ ഏജ്. അപ്പോ ഈ തന്നിരിക്കുന്ന ഏജിനെ ശ്രദ്ധിക്കാം. ഞാൻ ഇതിന്റെ സെന്റൻസ് ഒന്ന് എഴുതാം. 4 years ബിഫോർ അല്ലെ. എന്താ പറഞ്ഞിട്ടുള്ളത്, റഹീംസ് ഏജ് എന്ന് പറയുന്നത്, റഹീംസ് ഏജ് എന്ന് പറയുന്നത് 3 times ഓഫ് രാമൂസ് ഏജ് എന്ന് പറയാൻ പറ്റും അല്ലെ. 3 times ഓഫ് രാമൂസ് ഏജ് എന്ന് പറയാൻ പറ്റും. അതായത് റഹീമിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ 3 മടങ്ങാണ് എന്നുള്ള സെന്റൻസ് എഴുതി വെക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, നിലവിൽ 4 വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ എന്താണ്, റഹീമിന്റെ വയസ്സ് എന്ന് പറയുന്നത് എത്രയാണ്, y - 4 ആണ് രാമുവിന്റെ വയസ്സ്. ഇതിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എന്ത് കിട്ടുക, റഹീമിന്റെ ഏജ് കിട്ടുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആണ് കാര്യങ്ങൾ, ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ 2 ആളുകളുടെ വയസ്സുകൾ x എന്നും y എന്നും എടുത്തു. എന്നിട്ട് അവർ പറഞ്ഞത് 4 വർഷം മുന്നത്തെ കാര്യം പറയാൻ. പക്ഷെ 4 വർഷം മുന്നേ അവരുടെ വയസ്സ് എത്രയായിരിക്കും, ഇതിനേക്കാൾ 4 കുറവായിരിക്കും, ഇതിനേക്കാൾ 4 കുറവായിരിക്കും. എന്നിട്ട് അവർ പറയണത് ഈ ചെറിയ ആളുടെ വയസ്സിന്റെ ഒരു 3 മടങ്ങാണ് വലിയ ആളുടെ ഏജ്. അപ്പൊ ചെറിയ ആളുടെ ഏജിനെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ, വലിയ ആളുടെ ഏജ് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് എന്താണ്, 2 വർഷം കഴിയുമ്പോൾ, അത് ആഫ്റ്റർ 2 years അല്ലെ, 2 വർഷം കഴിയുന്ന സമയത്ത് എന്തായിരിക്കും, അത് ഡബിൾ ആകുന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 2 വർഷത്തിന് ശേഷം ഇയാളുടെ വയസ്സെന്ന് പറഞ്ഞാൽ 2 കൂടിയിട്ടുണ്ടാവും, ഇയാളുടെ വയസ്സ് എത്ര കൂടിയിട്ടുണ്ടാവും, 2 കൂടിയിട്ടുണ്ടാവും. അപ്പൊ അവർ പറയാണെന്ത്, 2 വർഷം കഴിയുന്ന സമയത്ത് ഈ ചെറിയ ആളുടെ ഏജ് അല്ലെ, ചെറിയ ആളുടെ ഏജിന്റെ ഡബിൾ ആണ് വലിയ ആളുടെ ഏജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം എന്ത് ചെയ്തിട്ടുള്ളത്, ചെറിയ ആൾ ആരാണ്, വലിയ ആൾ ആരാണെന്നുള്ളത് ഫിക്സ് ചെയ്യാൻ പറഞ്ഞത്. അത് ഫസ്റ്റ് സെന്റൻസിൽ തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവുന്നത്, റഹീംസ് ഏജ് ഈസ് 3 times ഓഫ് രാമുവിന്റെ ഏജിന്റെ 3 times ആണ്. അപ്പൊ രാമുവാണ് ചെറിയ ആള്. അത് ഞാൻ രാമുവിന്റെ ഏജ് y എന്നാണ് എടുത്തുള്ളത്, റഹീമിന്റെ ഏജ് x എന്ന് എടുത്തു. 4 വർഷം മുന്നത്തെ കാര്യം പറയുമ്പോൾ അതിൽ നിന്ന് 4 കുറയ്ക്കണം. 2 വർഷത്തിന് ശേഷമുള്ള കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ അതിലൂടെ 2 കൂട്ടണം. ഈ 2 സിറ്റുവേഷൻസ് ആണ് അവർ തന്നിട്ടുള്ളത്. 4 വർഷം മുന്നേ അവർ പറഞ്ഞിട്ടുണ്ട് ഈ ചെറിയ ആളുടെ ഏജിന്റെ 3 times ആണ് വലിയ ആളുടെ ഏജ്. അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം, 3 കൊണ്ട് ഗുണിച്ചാലാണ് ഇത് കിട്ടുക. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ചെറിയ ആളുടെ ഏജിന്റെ അല്ലെങ്കിൽ ഇതെന്തായി മാറും, ഡബിൾ ആയിരിക്കും. അതായത് ചെറിയ ആളുടെ ഏജിനെ 2 കൊണ്ട് ഗുണിച്ചാലാണ് എന്ത് കിട്ടുക, വലിയ ആളുടെ ഏജ് കിട്ടുക എന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യാം, ഫസ്റ്റത്തെ സെന്റൻസിന് നമുക്ക് അത് ഇക്വേഷൻ ആക്കി മാറ്റണം. അതിനുശേഷം രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഉള്ളിലേക്ക് ഗുണിക്കണം, 3 × y ചെയ്യണം, 3 × 4 നമ്മൾ ചെയ്യണം. 3 × y എന്ന് പറയുന്നത് എത്രയാണ്, 3y ആണ്, മൈനസ് 3 × 4 എന്ന് പറയുന്നത് എത്രയാണ്, 12 ആണ്, x - 4 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിലൊരു കാര്യം ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എക്സിനെ വൈനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാണ്. അപ്പൊ എക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ എന്താണുള്ളത്, ഇവിടെ എക്സ് പോസിറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ. എക്സിന്റെ ചിഹ്നം എന്താണ്, ഇവിടെ പോസിറ്റീവ് ആണ്. ആ പോസിറ്റീവ് എക്സ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായാലും നെഗറ്റീവ് എക്സ് ആയി മാറും, 3y - x ആയി മാറും. അതേസമയം ഞാൻ 12നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ 12 അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായി മാറും, പോസിറ്റീവ് ആയി മാറും. 12 - 4 ഓൾറെഡി അവിടെ നിൽക്കുന്നതാണ്. 12 എന്നാൽ പോസിറ്റീവ് ആണ്, -4 ഓൾറെഡി അവിടെ നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 3y - 4 എത്ര വരും, 8 എന്ന് പറയാൻ പറ്റും. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ അല്ലേ. കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ടൈം എടുത്ത് മനസ്സിലാക്കേണ്ടി വരും, കാരണം ചെറിയ ചെറിയ പ്രയാസങ്ങളിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ആഫ്റ്റർ 2 years എന്ന് പറയുന്നത് അല്ലെ. എന്താണ്, 2 വർഷത്തിന് ശേഷം. 2 വർഷത്തിന് ശേഷമുള്ള കാര്യം എന്താണ്, ഈ ചെറിയ ആളുടെ ഏജിന്റെ 2 times ആണ് വലിയ ആളുടെ ഏജ്. അത് ആ ഒരു പറഞ്ഞ കാര്യം, ഇതിന്റെ ഡബിൾ ആണ് ഇത് എന്നുള്ളത് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാൻ ആദ്യം എന്ത് പറഞ്ഞത്, ചെറിയ ആളാരാണ് വലിയ ആളാരാണെന്നുള്ളത് കൺഫ്യൂഷൻ വരരുത് എന്ന് ആദ്യം ഡിനോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചെറിയ ആളാരാണ്, y+2 ആണ്, രാമു ആണ്. അയാളുടെ ഏജിന്റെ ഡബിൾ എടുക്കണം എന്ന് എന്ത് ചെയ്യണമെങ്കിൽ 2 times അല്ലെ, ഡബിൾ 2 കൊണ്ട് ഗുണിച്ചാലാണ് എന്ത് കിട്ടുക, നമുക്ക് വലിയ ആളുടെ ഏജ് കിട്ടുക എന്നാണ് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇതിന് ബ്രാക്കറ്റ് ഉള്ളിലേക്ക് ഗുണിക്കാം. അപ്പൊ 2 × y ചെയ്യണം, 2 × 2 ചെയ്യണം അല്ലെ. 2 × 2y ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക, 2y കിട്ടും, പ്ലസ് 2 × 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 4 കിട്ടും, ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താണ്, x+2 ആണുള്ളത് അല്ലെ. അപ്പൊ എന്ത് വരും, x+2 എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി ശ്രദ്ധിക്കാം. ഇനി എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ എക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എക്സ് ഇവിടെ പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നത്, അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്ത് മാറും, നെഗറ്റീവ് ആയി മാറും. 2y - x ഇവിടെ 4നെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇവിടെ 2 ഓൾറെഡി ഉള്ളതാണ്, 4 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -4 ആയി മാറും. 2 - 4 എന്ന് പറയുന്നത് എത്രയാണ്, -2 ആണ്. 2 - 4 എന്ന് പറയുന്നത് എത്രയാണ്, -2 ആണ്. അപ്പോൾ 2y - x -2 എന്നുള്ള രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ എന്താ പറയുന്നത്, 3y - x അല്ലെ. 3y - x 8 എന്നുള്ള ഒന്നാമത്തെ ഇക്വേഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാൻ നോക്കാം. ഇവിടെ ഞാൻ കൂടുതൽ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് y ആണ് ഒഴിവാക്കുന്നത്. y ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ രണ്ടിനെയും ഇവിടെ 2 സൈഡിലും ഒരേ സംഖ്യ കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ ഒരേ സംഖ്യ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇവിടെ 3 കൊണ്ടും ഇവിടെ 2 കൊണ്ടും നമ്മൾ ഗുണിക്കണം. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് ഗുണിക്കാറുണ്ട്, പറഞ്ഞതാണ് അല്ലെ. അപ്പോ ഇവിടെ 3 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് ഇക്വേഷൻ നമ്പർ 2 × അല്ലെ ഞാൻ ആദ്യം തന്നെ ഇവിടെ നമ്മൾ 2 ഇക്വേഷൻ നമ്പർ 1നെ ഇവിടെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം അല്ലെ. ഇക്വേഷൻ നമ്പർ 1 × 2 എന്ത് വരും, 2 × 3x 3y എന്ന് പറഞ്ഞാൽ 6y ആണ്, മൈനസ് 2 × x എന്ന് പറഞ്ഞാൽ 2x ആണ്, is equal to 2 × 8 എന്ന് പറഞ്ഞാൽ 16 ആണ്. ഇത് തേർഡ് ഇക്വേഷൻ ആയിട്ട് ഞാൻ എടുക്കുന്നത്, ഒന്നിനെയാണ് നമ്മൾ ഗുണിച്ചത്. ഇനി ഇവിടെ നമ്മൾ എന്തിന് ഇക്വേഷൻ നമ്പർ 2നെ ഇതിന് മുഴുവനായിട്ട് 3 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ഇവിടുത്തെ നമ്പർ കൊണ്ടാണ് ഇതിന് ഗുണിക്കുക അല്ലെ. ഇക്വേഷൻ നമ്പർ 2നെ നമ്മൾ 3 കൊണ്ട് ഗുണിക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ 3 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് 3 × 2y എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6y ആണ്, മൈനസ് 3 × x എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3x ആണ്, is equal to 3 × -2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, -6 ആണ് വരിക. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിന്റെ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ഇനി എന്താ ചെയ്യാം, ഇനി ഇത് ഇപ്പോൾ നമ്മൾ വൈകൾ ഈക്വലാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യാൻ കുറയ്ക്കാം. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്, ഇതിൽ വരുന്നത് 16 വരുന്നതൊക്കെയാണ് എന്ത് വലിയ സംഖ്യ അല്ലെങ്കിൽ വലിയ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഇക്വേഷൻ നമ്പർ 3ൽ നിന്നും ഇക്വേഷൻ നമ്പർ 4 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈനസ് ചെയ്യുന്നത്. ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം, നല്ലോണം ശ്രദ്ധിക്കണം. 6y - 6y എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയി 0 ആയി പോകും. ഇനി ഇവിടെ മുകളിലുള്ളത് എന്താണ്, 2y - 2x ആണ്. മുകളിലുള്ളത് എന്താണ്, -2x ആണ്. താഴെ ഉള്ളത് എന്താണ്, -3y ആണ്.
ഇവ തമ്മിലാണ് മൈനസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വേണമെങ്കിൽ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മുകളിലുള്ളത് -2x ആണ്, താഴെയുള്ളത് -3y ആണ്. ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, മുകളിലുള്ളത് 16 ആണ്, താഴെയുള്ളത് -6 ആണ്. അവ തമ്മിലാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. വേണമെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാറുണ്ട്, ഇനി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ 6y നിന്നും 6y മൈനസ് ചെയ്യുന്നു, മൂന്നാമത്തെ സമവാക്യത്തിൽ നിന്നും നാലാമത്തത് മൈനസ് ചെയ്യുന്നു. അപ്പം ഇവിടെ മുകളിലുള്ളത് ഏതാണ് -2x ആണ്, അത് എഴുതി. താഴെയുള്ളത് ഏതാണ് -3y ആണ്, അവ തമ്മിൽ മൈനസ് ചെയ്തു. ഇനി ഇവിടെ മുകളിലുള്ളത് 16 ആണ്, താഴെയുള്ളത് -6 ആണ്, അവ തമ്മിൽ മൈനസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ഈ രണ്ട് നെഗറ്റീവുകൾ കൂടി ചേർന്നിട്ട് എന്തെങ്കിലും മാറും, പോസിറ്റീവായി മാറും. -2x പ്ലസ് 3x ഇസ് ഈക്വൽ ടു, അതേപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ 16 പ്ലസ് 6 ആയി മാറും. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക, ഇനി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നോക്കാം, നമ്മൾ ഇവിടെ -2x ഉണ്ട്, 3x ഉണ്ട്. ഇത് നോക്കുമ്പോൾ തന്നെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വാരിയബിൾസിന്റെ കാൽക്കുലേഷൻ, ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാനലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ അയക്കാം. നോക്കുക, ഇവിടെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്പേഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്പേഴ്സ് എങ്ങനെയാണ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് വാരിയബിൾസ്, അതായത് ചരങ്ങൾ, ലെറ്റേഴ്സിന് കാൽക്കുലേഷൻ വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ -2 + 3 എങ്ങനെയാണോ ചെയ്യുന്നത്, അതേ രൂപത്തിൽ തന്നെയാണ് -2x + 3x നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം, നമ്മൾ ഒരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം എന്ന് പറയാറുണ്ട്. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോസിറ്റീവിന് ഞാൻ ആദ്യം എഴുതാം, പോസിറ്റീവിന് എന്ത് ചെയ്യുക, ആദ്യം എഴുതാം. നെഗറ്റീവിന് എന്ത് ചെയ്യുക, രണ്ടാമത് എഴുതാം. കുറച്ചുകൂടി എളുപ്പമാണ്. ഓക്കെ, പോസിറ്റീവിന് ഞാൻ ആദ്യം എഴുതി, നെഗറ്റീവിന് രണ്ടാമത് എഴുതി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 22 കിട്ടുന്നുണ്ട്. ഇനി 3x - 2x എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3x ന് 2x കുറച്ചാൽ x ആണ്, x is equal to 22 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, x is equal to 22 എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് ചിലപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടും. നമ്മളെ ക്വസ്റ്റ്യന്റെ പ്രധാന ഏരിയാസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ അവരുടെ നിലവിലുള്ള ഏജ് എത്രയാണ് എന്ന് ആദ്യം നമ്മൾ x ഉം y ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ 4 വർഷം മുന്നുള്ള ഏജുകൾ എഴുതുക, 2 വർഷത്തിന് ശേഷമുള്ള ഏജുകൾ നമ്മൾ എഴുതുക. പിന്നെ എന്ത് ചെയ്യണം, ഇവ തമ്മിലുള്ള റിലേഷൻ, ഇവ തമ്മിൽ എന്താണ് ബന്ധം. ഇതിന്റെ ഈ ചെറിയ ആളുടെ ഏജിന്റെ 3 ടൈംസ് ആണ് ഇവിടെ വരുന്നത്, ഇയാളുടെ ഏജിന്റെ 2 ടൈംസ് ആണ് ഇവിടെ വരുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ അതിൽ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യാം, ഇങ്ങനെ ഓരോ കാര്യം ഉപയോഗിച്ച് നമ്മൾ ഓരോ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 ഇക്വേഷൻസ് കിട്ടി. ഇനി ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു വാല്യൂബിൾ ഇല്ലാതാക്കണം അല്ലെ. അത് ഞാൻ y ആണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ y-യുടെ കൂടെ നിൽക്കുന്ന നമ്പേഴ്സ് ഈക്വൽ ആക്കി മാറ്റാം. അപ്പൊ y-യുടെ കൂടെ നിൽക്കുന്ന നമ്മൾ തിരിച്ച് എക്സ്ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ഗുണിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ രണ്ട് സൈഡിലും 6y കൊണ്ടുവന്നു, അവ തമ്മിൽ മൈനസ് ചെയ്തു, 6y മൈനസ് ചെയ്യുകയാണ് ചെയ്തത്. ആ മൈനസ് ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കാരണം ഇത് നെഗറ്റീവ് വരുന്നതുകൊണ്ടാണ്. മുകളിലുള്ളതിൽ നിന്നും താഴെ ഉള്ളതിനെ മൈനസ് ചെയ്യുന്നു എന്നുള്ളൊരു ബേസിക് ലോജിക്ക് നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പൊ മുകളിലുള്ളത് -2x ആണ്, താഴെയുള്ളത് -3y ആണ്, അവ തമ്മിൽ മൈനസ് ചെയ്യുന്നു. മുകളിലുള്ളത് 16 ആണ്, താഴെയുള്ളത് -6 ആണ്, അവ തമ്മിൽ മൈനസ് ചെയ്യുന്ന കൺസെപ്റ്റ് ആലോചിക്കുക. പിന്നെ 2 നെഗറ്റീവ് വരുമ്പോൾ അത് പോസിറ്റീവായി മാറും. അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ബേസിക്സ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന കാര്യത്തിനകത്ത് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യാൻ ഞാൻ താഴെ അയച്ചു തരാം. ദെൻ നമുക്ക് ഫൈനലി ഈ ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുന്നത് 3x - 2x എന്ത് വരുന്നത് 22, അതായത് x 22 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ പറയാറുണ്ട് കേട്ടോ. അതായത് ഒന്നാമതെന്ന് വെച്ചാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, 3-ൽ നിന്ന് 2 കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം എന്താണ്, പോസിറ്റീവ് ആണ്. ഇങ്ങനെ നോക്കാം, 3-ന് 2 കുറച്ചാൽ എത്രയാണ്, 1 ആണ് അല്ലെ. അപ്പൊ ഒരു x വരും. ഇനി വലുതിന്റെ ചിഹ്നം ഇവിടെ എത്രയാണ്, പോസിറ്റീവ് ആണ്, അതുകൊണ്ട് അങ്ങനെ എഴുതും. അതായത് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതാണ് പൊതുവെ വലുതിന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ പോസിറ്റീവിന് ആദ്യം എഴുതുക, നെഗറ്റീവിന് രണ്ടാമത് എഴുതുക. അങ്ങനെ പല രീതിയിൽ പറയാറുണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ദെൻ ഇനി ഇപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഇപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടിയിട്ടുള്ളത് ഇവിടെ ശ്രദ്ധിക്കാം 3y. ഞാൻ സ്പേസ് ഇവിടെ ഒന്ന് മായ്ച്ചു കളയുന്നുണ്ട്, ഒന്ന് നോക്കുക. ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ് പറയുന്നത്, 3y - x = 8 അല്ലെ. 3y
മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 8 എന്നാണ് വന്നിട്ടുള്ളത്. അതിൽ എക്സിന്റെ വാല്യൂ 22 ആണ്. 3y മൈനസ് 22 ഇസ് ഈക്വൽ ടു 8 എന്ന് പറയാൻ പറ്റും. 3y ഇസ് ഈക്വൽ ടു മൈനസ് 22 അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും? പോസിറ്റീവ് പ്ലസ് 22 ആയി മാറും. ഇസ് ഈക്വൽ ടു 30 എന്ന് കിട്ടും. 3y ഇസ് ഈക്വൽ ടു 30 ആണെങ്കിൽ y ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? 3 നെ എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. അപ്പൊ 30/3 ആയി മാറും. ഇസ് ഈക്വൽ ടു 10 എന്ന് പറയാൻ പറ്റും. ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആളുടെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അവസാനം എന്ത് എഴുതണം? റഹീമിന്റെ ഏജ് എത്രയാണ്? എക്സ് ആണ് അല്ലെ? റഹീമിന്റെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് ആണ്, 22 ആണ്. ദെൻ രാമുവിന്റെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? രാമുസ് ഏജ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? എത്രയാണ്? 10 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യന് ഒന്നുകൂടെ സമയം എടുത്ത് എന്ത് ചെയ്യുക? മനസ്സിലാക്കാം. ഇതിനകത്ത് വരുന്ന ചെറിയ ചെറിയ കാൽക്കുലേഷനിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന അതേ പാറ്റേൺ തന്നെയാണ്. ക്വസ്റ്റ്യൻ ഒന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് മാപ്പ് ചെയ്യണം ഇങ്ങനെ. അതിനുശേഷം അത് ഉപയോഗിച്ചുകൊണ്ട് 2 ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കണം. അതിനെ സോൾവ് ചെയ്യുന്ന രീതി, ഒരു വാരിയബിൾ ഒരു ചരം ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ മറ്റു വാരിയബിൾ കണ്ടുപിടിക്കുന്ന രീതി തന്നെയാണ് എല്ലാ ക്വസ്റ്റിനകത്തും ചെയ്യുന്നത്. അതിനകത്ത് വരുന്ന ചെറിയ ചെറിയ കാൽക്കുലേഷൻ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ മാറ്റുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന വീഡിയോസൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ക്രിപ്ഷനിൽ അയക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ 5ാമത്തെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു റെക്ടാങ്കിൾ ഉണ്ട്, ഒരു ചതുരമുണ്ട് അല്ലെ? അതിന്റെ നീളവും വീതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിന്റെ നീളം ഞാൻ എക്സ് ആയിട്ടും വീതി വൈ ആയിട്ടും എടുക്കുകയാണ്. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കാം. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നീളവും വീതിയും അല്ലെ, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. സ്റ്റെപ്പ് നീളം വീതി എന്ന സ്റ്റെപ്പ് എഴുതാം. 2 എക്സും വൈ എന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഏരിയ എത്രയായിരിക്കും വരുന്നുണ്ടാവുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് എക്സ് വൈ അല്ലെ? ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എക്സ് വൈ, എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ എന്നാണ് നമുക്ക് കിട്ടുക. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു വീതി എന്ന് പറയാൻ പറ്റും. ഇനി ഒരു ഫസ്റ്റ് പറയുന്ന സെന്റൻസ് എന്താണ്? ദ ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 5 മീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 3 മീറ്റർ. ലെങ്ത് എന്ത് ചെയ്തിട്ടുണ്ട്? 5 മീറ്റർ കൂട്ടിയിട്ടുണ്ട്, ബ്രെഡ്ത്ത് 3 മീറ്റർ കുറച്ചു. ഓക്കെ, അപ്പോ ഫസ്റ്റ് കേസിൽ കേസ് 1 അവിടെ പുതിയ ലെങ്ത് എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം. പുതിയ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് എത്ര കൂട്ടിയിട്ടുണ്ട്? 5 കൂട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ എക്സ് പ്ലസ് 5 എന്ന് പറയാൻ പറ്റും. ബ്രെഡ്ത്ത് എത്ര, വീതി എത്രയാക്കി മാറ്റിയിട്ടുണ്ട്? 3 കുറച്ചിട്ടുണ്ട് അല്ലെ? എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 5 മീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഡിക്രീസ്ഡ് ബൈ 3 മീറ്റർ ആൻഡ് ഏരിയ ഈസ് reduced by 5 സ്ക്വയർ മീറ്റർ. ഏരിയ എത്ര കുറഞ്ഞിട്ടുണ്ട്? 5 കുറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നേരത്തെ ഉള്ളത് ലെങ്ത് എക്സ് ആണ്, അത് 5 കൂട്ടി. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വൈ ആയിരുന്നു, അതിൽ നിന്ന് 3 കുറച്ചു. അപ്പൊ അങ്ങനെ ചെയ്ത സമയത്ത്, നീളം കൂട്ടുകയും വീതി കുറയ്ക്കുകയും ചെയ്യുന്ന സമയത്ത് അതിന്റെ ഏരിയ എത്ര കുറഞ്ഞു? നേരത്തെ ഉള്ളതിൽ നിന്ന് 5 കുറഞ്ഞു. അപ്പോൾ ന്യൂ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് വൈ മൈനസ് 5 ആണ് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ലെങ്ത് കൂട്ടി, ബ്രെഡ്ത്ത് കുറച്ചു, അപ്പൊ ഏരിയ കുറഞ്ഞു. എത്ര കുറഞ്ഞു? 5 കുറഞ്ഞു അല്ലെ? അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ എങ്ങനെ ചെയ്യാം? അപ്പൊ നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഏരിയ കിട്ടിയിട്ടുള്ളത്. അതേ കാര്യം തന്നെ ഇവിടെ ഉപയോഗിക്കുക. പുതിയ ലെങ്ത്, പുതിയ ബ്രെഡ്ത്ത്, പുതിയ ഏരിയ. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു ഏരിയ എന്ന് പറയാൻ പറ്റും. അതായത് എക്സ് പ്ലസ് 5 ഇൻറ്റു നീളം ഇൻറ്റു വീതി ഈസ് ഈക്വൽ ടു ഏരിയ അല്ലെ? പരപ്പളവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇത് എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യും? ഞാനതൊന്ന് മുകളിലേക്ക് എഴുതാം, ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്തുള്ള എക്സ് കൊണ്ട് വൈനെയും 3നെയും ഗുണിക്കണം. നമ്മൾ ഓരോന്നും കൊണ്ടും ഇതിലുള്ള ഓരോ ടേമും കൊണ്ടും ഇതിലുള്ള ഓരോ ടേമിനും നമ്മൾ ഗുണിക്കണം. അതായത് എക്സ് കൊണ്ട് വൈനെയും ഗുണിക്കണം, എക്സ് കൊണ്ട് 3നെയും ഗുണിക്കണം. അതേപോലെ തന്നെ 5 കൊണ്ട് വൈനെയും 5 കൊണ്ട് 3നെയും ഗുണിക്കണം. ഇവിടെയുള്ള 5 കൊണ്ട് ഇപ്പുറത്തുള്ള 2 എക്സ് കൊണ്ട് ഇവിടെയുള്ള 2 അങ്ങനെയാണ് നമ്മൾ ഗുണിക്കുന്നത്. ഓക്കെ, അപ്പൊ എക്സ് ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് വൈ ആണ്. എക്സ് ഇൻറ്റു -3 ആണ് വരുന്നത്. ഓക്കെ, എക്സ് ഇൻറ്റു -3. നമ്മൾ അതിന്റെ ചിഹ്നം അത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സ് ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -3x ആണ്. ദെൻ 5 y കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ +5y എന്ന് പറയാൻ പറ്റും.
5ഉം -3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5ഉം -3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ -15 ആണ് കിട്ടുക. then is equal to xy - 5 എന്ന് പറയാൻ പറ്റും. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വളരെ സമയമെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇവിടെയുള്ള ഓരോ ടേം കൊണ്ടും ഇവിടെയുള്ള ഓരോ ടേമിനെയും നമ്മൾ ഗുണിക്കണം എന്നുള്ളൊരു സംഗതി കൂടെ മനസ്സിലാക്കാം. ഞാൻ അതിന്റെ ആരോ മാർക്ക് വരച്ച് വെച്ചിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇനി ഞാൻ ഇവിടെയുള്ള എക്സ് വൈകളെല്ലാം അല്ലെങ്കിൽ വാരിയബിൾസ് ചരങ്ങളെല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരാൻ നമ്പേഴ്സിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ. അപ്പൊ ഇവിടെ ഒരു എക്സ് വൈ ഉണ്ട്, അതിന് മാത്രം കൊണ്ടുവന്നാൽ മതി. ഇവിടെ നമ്പർ ആയിട്ട് നിൽക്കുന്നത് 15 ആണ്, അതിന് മാത്രം അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി അല്ലെ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സ് വൈ ഉണ്ട്, ഈ എക്സ് വൈ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായി മാറും? അത് -xy ആയി മാറും. അവിടെ നിൽക്കുന്ന എക്സ് വൈ പോസിറ്റീവ് ആണ്, അപ്പുറത്തെ സൈഡിലുള്ളത് അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -xy ആയി മാറും. ദെൻ ഇവിടെ -3x ഉണ്ട്, ഒരു +5y ഉണ്ട്, is equal to ഈ 15 നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. ഈ മൈനസ് എന്നുള്ളത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ +15 ആയി മാറും. -5 ഇവിടെ ഓൾറെഡി ഉണ്ട് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ xy -xy ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയി. ബാക്കിയുള്ളത് എന്താണ്? -3x + 5y is equal to 10 എന്ന് പറയാൻ പറ്റും. ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 5y ഞാൻ ആദ്യം എഴുതാൻ, കാരണം ഇത് പോസിറ്റീവ് ടേം ആണ്. പോസിറ്റീവ് ടേമിന് ആദ്യം എഴുതാം, അപ്പോൾ കുറച്ചുകൂടി വായിക്കാനും കാണാനും കുറച്ചുകൂടി സുഖം ഉണ്ടാവും. then 5y - 3x is equal to 10 എന്ന് പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം അല്ലെ. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞിട്ടുള്ളത്? length is increased by 3 meter and breadth, length ഉം breadth എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട് 3 മീറ്ററും 2 മീറ്ററും അല്ലെ. അപ്പൊ നമ്മുടെ സെക്കൻഡ് കേസ്, രണ്ടാമത്തെ കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് ലെങ്ത് എത്ര വരിക? ലെങ്ത് വരുന്നത് x+3 ആണ്. അത് 3 മീറ്റർ ലെങ്ത് കൂട്ടുന്നുണ്ട്, ബ്രെഡ്ത്ത് 2 മീറ്റർ ആണ് കൂട്ടുന്നത് അല്ലെ. വീതി എത്രയാണ്? പുതിയ വീതി എന്ന് പറയുന്നത് 2 മീറ്റർ ആണ് കൂട്ടുന്നത്. അപ്പൊ അങ്ങനെ ഇത് ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടുന്ന സമയത്ത് അതിന്റെ ഏരിയ എത്രയായി മാറുന്നുണ്ട്? ഏരിയ ഇൻക്രീസ്ഡ് ബൈ 50 അല്ലെ. ഏരിയ 50 കൂടുന്നുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാൾ നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടി കഴിഞ്ഞാൽ ഏരിയ ഓട്ടോമാറ്റിക്കലി കൂടുള്ളൂ, സ്വാഭാവികം. നമ്മൾ ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടി കഴിഞ്ഞാൽ വലിയൊരു ചതുരാണ് കിട്ടുക, അപ്പൊ ഏരിയയും കൂടി അല്ലെ. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നുണ്ടാവുക? xy + 50 ആണ് വരുന്നുണ്ടാവുക. ഓക്കെ അല്ലേ. ഇപ്പൊ നമുക്ക് പുതിയ ലെങ്ത് ആയിട്ടുണ്ട്, പുതിയ ബ്രെഡ്ത്ത് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നേരത്തെ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ എഴുതുന്നത് ശ്രദ്ധിക്കുക, ലെങ്ത് ഇൻറ്റു അതായത് നീളം ഇൻറ്റു വീതി ഈസ് ഈക്വൽ ടു എന്ത് വരുന്നത്? ഏരിയ പരപ്പളവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇവിടെയുള്ള എക്സ് കൊണ്ട് ഇതിനെ രണ്ടിനെയും ഗുണിക്കണം. അതായത് x × y ചെയ്യണം, x × 2 ചെയ്യണം അല്ലെ. അപ്പൊ x × y എന്ന് പറഞ്ഞാൽ എത്രയാണ്? xy ആണ്, പ്ലസ് x × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2x ആണ്. ഇനി 3 കൊണ്ട് y നെയും 3 കൊണ്ട് 2 നെയും ഗുണിക്കണം, മോൾഡ് ചെയ്ത പോലെ. 3 കൊണ്ട് y നെയും 3 കൊണ്ട് 2 നെയും ഗുണിക്കണം. അപ്പൊ 3 × y എന്ന് പറഞ്ഞാൽ എത്രയാണ്? +3y ആണ്. 3 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ് അല്ലെ. is equal to xy + 50 എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി നമ്മളിവിടെ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ഈ വാരിയബിൾസ് എല്ലാം ഈ എക്സും വൈ നിൽക്കുന്നതിനെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാണ്, നമ്പേഴ്സിനെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ. അപ്പൊ ഈ എക്സ് വൈ ടേമിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വരും. ഇവിടെ നമ്പർ ആയിട്ട് ഈ സൈഡിൽ നിൽക്കുന്നത് 6 മാത്രമാണ്, ഈ 6നെ മാത്രം നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പൊ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, നമ്മൾ ഒന്ന് വായിക്കുന്നുണ്ട്. ഇവിടെ ഓൾറെഡി ഒരു എക്സ് വൈ നിൽക്കുന്നുണ്ട്, ആ എക്സ് വൈ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായി മാറും? അത് -xy ആയി മാറും. ഓക്കെ അല്ലേ. പിന്നെ 2x ഉണ്ട്, 3y ഉണ്ട് അല്ലേ. is equal to, പിന്നെ ശ്രദ്ധിക്കുക, ഇവിടെ 6നെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അപ്പൊ അവിടെ ഒരു 50 നിൽക്കുന്നുണ്ട്, ഓൾറെഡി 50 അവിടെ നിൽക്കുന്നുണ്ട്. 6നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്തായി മാറും? -6 ആയി മാറും. കാരണം ഇവിടെ പോസിറ്റീവ് ആണ്, അങ്ങോട്ടേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആയി മാറും അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ 44 എന്ന് പറയാൻ പറ്റും. ഇത് രണ്ടും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, 2x + 3y is equal to 44 എന്നാണ് വരുന്നത് അല്ലേ. 2x + ശ്രദ്ധിക്കുക, 2x + 3y is equal to 44 എന്നുള്ള രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടിയിട്ടില്ല. ഞാനിങ്ങനെ 3y ആദ്യം എഴുതാനുള്ള കാരണം നമ്മൾ ഒന്നാമത് എഴുതി വെച്ചിരിക്കുന്ന ഇക്വേഷൻ നോക്കുക. ഒന്നാമത് എഴുതി വെച്ചിരിക്കുന്നത് 5y - 3x എന്നുള്ളതാണ്. എന്താണ്? 5y - 3x is equal to 10 എന്നുള്ളതാണ് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതി.
അപ്പൊ അതിൽ y ആദ്യം വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് 3y ആദ്യം എഴുതിയത് 2x രണ്ടാമത് എഴുതി. രണ്ടും കൂടെ കൂട്ടാനേ മീനിങ് ഉള്ളൂ. അതിൽ ഏത് വേണമെങ്കിൽ ആദ്യം എഴുതി വെക്കാം. പക്ഷെ ഇതിൽ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റി എഴുതാൻ പറ്റില്ല. കാരണം മൈനസ് ഉള്ളത് കൊണ്ട് അത് പോസിബിൾ അല്ല. നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി, രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അല്ലേ. ഓരോ രണ്ട് കേസുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ആ ആദ്യത്തെ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ എക്സും വൈ ആയിട്ട് നീളം വീതി എടുക്കണം. അതിന്റെ ഏരിയ എക്സ് വൈ എന്ന് എടുക്കണം. അതിന് ബേസ് ചെയ്തുകൊണ്ട് അടുത്ത ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കേസുകളാണ് നീളവും വീതിയും കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെ കൂട്ടുന്ന സമയത്ത് എക്സിലൂടെ 3 കൂട്ടാം, വൈയിലൂടെ 2 കൂട്ടാം. അപ്പൊ ഏരിയ 50 കൂടുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ എഴുതാം. പിന്നെ നമ്മൾ എന്താണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളവും വീതിയും കൂട്ടി കഴിഞ്ഞാൽ ഏരിയ ആണെന്നുള്ള കാര്യം നമ്മളിങ്ങനെ എഴുതി. പക്ഷെ ഈ ഒരു കാര്യം ഇതുവരെ ഓക്കെയാണ്, എല്ലാവർക്കും എഴുതാൻ പറ്റുന്നുണ്ടാവും. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് സിക്വൽ ടു ഏരിയ എന്ന് പറയാൻ പറ്റുന്നു. പക്ഷെ അതിനുശേഷം വരുന്നത് ഓരോന്നും കൊണ്ട് ഉള്ളിലേക്ക് ഗുണിക്കുന്നത്, അത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യാം. ദെൻ ഇങ്ങനെ ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റിനകത്ത് ഞാൻ എക്സ് ആണ് ഇല്ലാതാക്കുന്നത്. അപ്പൊ എക്സ് ആണ് ഇല്ലാതാക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം, ഈ എക്സിന്റെ കൂടെ നിൽക്കുന്ന രണ്ട് നമ്പേഴ്സും ഈക്വൽ ആക്കി മാറ്റണം. എക്സിന്റെ കൂടെ നിൽക്കുന്ന ഇവിടെ വരുന്ന രണ്ട് നമ്പേഴ്സ്, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്, അത് ഈക്വൽ അല്ല. പിന്നെ നമ്മൾ ചെയ്യാൻ എക്സ്ചേഞ്ച് ചെയ്യുക. ഇവിടെ 3 കൊണ്ട് ഗുണിക്കണം, ഇവിടെ 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 6x ആണ് കിട്ടുക അല്ലേ. അപ്പൊ ഇവിടെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതിന് മുഴുവനായിട്ട് ഇക്വേഷനെ മുഴുവനായിട്ട് ഇക്വേഷൻ നമ്പർ 2 × 3 ചെയ്യണം അല്ലേ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 3 × 3y എന്ന് പറഞ്ഞാൽ എത്രയാണ് 9y ആണ്, പ്ലസ് 3 × 2x എന്ന് പറഞ്ഞാൽ എത്രയാണ് 6x ആണ്, ഇസ് ഈക്വൽ ടു 3 × 44 എന്ന് പറഞ്ഞാൽ 132 അല്ലേ. എന്താണ് 3 × 40 എന്ന് പറഞ്ഞാൽ 120 ആണ്, 3 × 4 എന്ന് പറഞ്ഞാൽ 12 ആണ്, 132 വരും. ഓക്കെ, ഇനി അടുത്തത്, ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 2 കൊണ്ട് ഗുണിക്കണം അല്ലെ. ഇവിടെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ, അതായത് ഇക്വേഷൻ നമ്പർ 1നെ ഇൻറ്റു 2 ചെയ്യണം. അതായത് 2 × 5y എന്ന് പറഞ്ഞാൽ എത്രയാണ് 10y അല്ലെ, പ്ലസ് സോറി ഇവിടെ മൈനസ് ആണ്. ഇവിടെ 2 × 5y, 2 × 5 എന്ന് പറയുന്നത് എത്രയാണ് 10 ആണ്, 10y എന്ന് പറയാൻ പറ്റും. 2 × 3 എത്രയാണ് 6 ആണ്, 6x = 2 × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ് 20 അല്ലെ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോ ഇത് നമ്പർ ഇക്വേഷൻ നമ്പർ 3 ആണ്, ഇക്വേഷൻ നമ്പർ 4 ആണ്. ഇനി ഞാൻ ഇവിടെ എക്സ് ആണ് ഇല്ലാതാക്കുന്നത് എന്ന് ഞാൻ ആദ്യം തീരുമാനിച്ചിരുന്നു. അതിന് ബേസ് ചെയ്തുകൊണ്ടാണ് എക്സിന്റെ കൂടെ നിൽക്കുന്ന നമ്പേഴ്സ് ഈക്വൽ ആക്കി മാറ്റിയത്. അങ്ങനെ അത് ഈക്വൽ ആക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, എക്സ് ഇല്ലാതാക്കാൻ നമ്മൾ കൂട്ടണോ കുറയ്ക്കണോ, ഇതാണ് നമ്മൾ അടുത്ത ചിന്തിക്കേണ്ടത്. നമുക്കറിയാം നമ്മൾ ഒരെണ്ണം എക്സ് പോസിറ്റീവ് ആണ്, ഒരെണ്ണം എക്സ് നെഗറ്റീവ് ആണ്. അപ്പൊ രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാലാണ് ഒരു RX-ഉം ഒരു -RX-ഉം കൂടെ കൂട്ടി കഴിഞ്ഞാലാണ് അത് ഇല്ലാതാവുക. അല്ലാതെ RX-ഉം കുറയ്ക്കുന്ന സമയത്ത് RX-ഉം -RX-ഉം കുറയ്ക്കുന്ന സമയത്ത് ഒരിക്കലും എന്താവില്ല, അത് ഇല്ലാതാവില്ല. ഇവ രണ്ടും തമ്മിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ കൂട്ടുന്ന സമയത്താണ് അത് ഇല്ലാതായി മാറുന്നത്. ദെൻ ഞാൻ എന്ത് ചെയ്യും, ഇക്വേഷൻ നമ്പർ 4ഉം ഇക്വേഷൻ നമ്പർ 3ഉം കൂടെ കൂട്ടുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്, ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ ടോട്ടലി 19y അല്ലെ, 19y is equal to, ഇത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ വരുന്നത് 152 ആണ് അല്ലെ. 132 + 152 എന്ന് പറയാൻ പറ്റും. ഇനി y is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും, 152. ഈ 19y എന്ന് പറഞ്ഞാൽ 19 × y അല്ലെ, അത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ by 19 ആയി മാറും, is equal to 18 എന്ന് കിട്ടും. 8 എന്ന് കിട്ടും. ഓക്കെ, 8 ടൈംസ് ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ y യുടെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 8 ആണ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, x ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ x ന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഇക്വേഷൻ ഏതെങ്കിലും ഒന്ന് എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ഞാൻ എടുക്കുന്നത്. ഒന്ന് മാറ്റുന്നുണ്ട്. ഓക്കെ, വൈയുടെ വാല്യൂ കിട്ടി കഴിഞ്ഞു. ഇനി അത് ഇവിടെ ഇട്ട് കൊടുക്കാം അല്ലെ. അപ്പോ രണ്ടാമത്തെ ഇക്വേഷൻ പറയുന്നത് എന്താണ്, 3y + 2x = 44 അല്ലെ. 3y + 2x = 44 എന്നാണ് പറയുന്നത്. അതിൽ 3 × y-യുടെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്, 8 ആണ്. 3 × 8 + 2x = 44 അല്ലെ. 3 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ് 24 ആണ്. 24 + 2x = 44 എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി 2x = നമുക്ക് എന്ത് ചെയ്യാം, ഈ 24നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പൊ അതെന്തായി മാറും, 44 - 24 ആയി മാറും, = 20 എന്ന് കിട്ടും. 2x = 20 ആണെങ്കിൽ x = നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 20/2 = 10 എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പൊ ആക്ച്വലി വരുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ലെങ്ത്, ഈ ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത് 10ഉം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്
നമുക്ക് കിട്ടിയിട്ടുള്ള എത്രയാണ്? ഇവിടുത്തെ എന്ന് പറയുന്നത് 8 ആണെന്നാണ് പറയുന്നത്. ഇത്രയും രണ്ട് കാര്യങ്ങൾ എഴുതി വെക്കാം. അങ്ങനെയാണെങ്കിൽ ഏരിയയും കൂടെ വേണമെങ്കിൽ എഴുതി വെക്കാം. 10 × 8 എന്ന് പറയുന്നത് ഇത്രയാണ് 80. മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ എന്ന് ആൻസർ എഴുതി വെക്കാം. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ റിസ്കിയാണ്. കാരണം ഒരുപാട് എഴുതിയെടുക്കാണ്ട് എന്നുള്ളതാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യത്തെ നീളം വീതിക്ക് നമ്മൾ എക്സും വൈ എന്ന് എടുക്കും, ഏരിയ എക്സ് വൈ എന്ന് നമ്മൾ പറയും. ദെൻ അതിനുശേഷം എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്? ഏരിയ കൂട്ടുന്നുണ്ടെങ്കിൽ പ്ലസ് ചെയ്യാം. സോറി, നീളം വീതി. ഇപ്പൊ നീളം 5 കൂട്ടുന്നുണ്ട്, അപ്പൊ x + 5. വീതി 3 കുറയ്ക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? y - 3. ആ സമയത്ത് ഏരിയ 5 കുറയുന്നുണ്ട്, അപ്പോൾ xy - 5 എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യും? പുതിയ നീളങ്ങളും വീതികളും എഴുതി വെക്കേണ്ടത്. എന്നിട്ടുണ്ടെങ്കിൽ ആ കേസ് നീളം × വീതി സമം പരപ്പളവ് അല്ലെങ്കിൽ ലെങ്ത് × ബ്രെഡ്ത്ത് = ഏരിയ എന്നുള്ള കാര്യം നമ്മളവിടെ ചെയ്യും. അത് സോൾവ് ചെയ്യുന്ന കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ച് സമയം എടുത്ത് മനസ്സിലാക്കുക. കാരണം അങ്ങനെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കുടിക്കേണ്ടി വരും. ബ്രാക്കറ്റൊക്കെ എഴുതിയിട്ട് നമ്മൾ എന്താണ് x + 5 × y - 3 എന്നുള്ള രീതിയിലൊക്കെ ഉള്ളിലേക്ക് കുണിക്കേണ്ടി വരും. അത് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.